നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക് പറ്റി. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച് ഒളിവിൽ പോയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്ക് ഭീഷണിയായി മാറുകയാണ്. 3 ലക്ഷം രൂപയുടെ മെഷീനറി പാർട്സുകൾ മോഷ്ടിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കൊടകര വെള്ളിക്കുളങ്ങര PWD റോഡിന്റെ വശങ്ങളിൽ കാന ശുചീകരണം നടക്കാതായതോടെ റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താനിയം പഞ്ചായത്തിലെ ശാന്തിതീരം പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. പ്രതിഷേധവുമായി BJP. മുല്ലശ്ശേരി സെന്ററിൽ പൊതുമരാമത്ത് റോഡിൽ അടച്ച കുഴികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും തകർന്നു. വിശദമായ വാർത്തയിലേക്ക്. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക് പറ്റി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യം കയറ്റി വടക്കാഞ്ചേരി വഴി കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന മിനി കണ്ടെയ്നർ ലോറിയും അക്കിക്കാവ് ഭാഗത്തുനിന്ന് വാഴക്കുലകൾ കയറ്റി വന്നിരുന്ന ടിപ്പർ ലോറിയുമാണ് പന്നിത്തടം സെന്ററിൽ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക് പറ്റി. പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ലോറികൾ എടുത്തുമാറ്റി. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയത്. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി റോഡും സംഗമിക്കുന്ന പന്നിത്തടം സെന്റർ വീതി കൂട്ടി വികസിപ്പിച്ചിട്ടുണ്ട്. അമിത വേഗത്തിൽ അശ്രദ്ധയോടെ വാഹനങ്ങൾ സെന്ററിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം 2 കാറുകളും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ 6ാമത്തെ അപകടമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച് ഒളിവിൽ പോയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. ഫെബ്രുവരി 18 വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. പുന്നേലിപ്പടിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റിലെ ജീവനക്കാരനായ കയ്പമംഗലം സ്വദേശി തലാശ്ശേരി വീട്ടിൽ 41 വയസ്സുള്ള ജിബിയെ പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ കേസിലെ മറ്റ് പ്രതികളായ അമൽ, മുഹമ്മദ് ഷഹീൻ, രതുൽ രമേശ് എന്നിവരെ മുൻപ് റിമാൻഡ് ചെയ്തിരുന്നു. ഷാഫി, ആളൂർ, നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം, അടിപിടി, മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരുത്തുന്ന തരത്തിൽ വാഹനമോടിക്കൽ തുടങ്ങി 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ, സുമേഷ്, CPOമാരായ ആഷിഖ്, ഹരികൃഷ്ണൻ, മന്നാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്ക് ഭീഷണിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം മേത്തലയിൽ കാട്ടുപന്നി വഴിയാത്രക്കാരിയായ കുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്നുള്ള വാഹനാപകടങ്ങളും നടക്കുന്നുണ്ട്. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പന്നികളെ വെടിവയ്ക്കാൻ ലൈസൻസ് ഉള്ളവരെ നിയോഗിക്കുവാനുള്ള ശ്രമത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി. കൃഷി നശിപ്പിക്കലും ആക്രമണ ഭീഷണിയുമായി കാട്ടുപന്നികൾ വിലസുമ്പോൾ നാട്ടുകാരുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. 3 ലക്ഷം രൂപയുടെ മെഷീനറി പാർട്സുകൾ മോഷ്ടിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. മാള അഷ്ടമിച്ചിറ കോൽക്കുന്ന് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ള ഗോഡൌണിൽ നിന്നും 3 ലക്ഷം രൂപയുടെ മെഷീനറി പാർട്സുകൾ മോഷ്ടിച്ച വടമ കോൽക്കുന്ന് ദേശത്ത് എരുമയൂർ കുണ്ടുകാട് സ്വദേശി പുത്തൻ വീട്ടിൽ തത്തമ്മ എന്ന് വിളിക്കുന്ന 38 വയസ്സുള്ള സന്തോഷ്, മാള വടമ കോൽക്കുന്ന് സ്വദേശി മാളക്കാരൻ വീട്ടിൽ 40 വയസ്സുള്ള മുരുകൻ എന്നിവരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു.
അഷ്ടമിച്ചിറ കവണപ്പള്ളി വീട്ടിൽ മുരളീധരൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലെ പുറകുവശത്തെ ഷീറ്റ് മുറിച്ചുമാറ്റി ഗോഡൌണിലേക്ക് അതിക്രമിച്ച് കയറിയാണ് ഇവർ മോഷണം നടത്തിയത്. ഈ കേസിലെ മറ്റ് 5 പ്രതികളായ സജയൻ, ഗിരീഷ്, ശ്രീചന്ദ്, ഉണ്ണികൃഷ്ണൻ, ഷാജു എന്നിവരെ മുൻപ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മാള പോലീസ് ഇൻസ്പെക്ടർ സജിൻ ശശി വി, സബ് ഇൻസ്പെക്ടർ KR സുധാകരൻ, CPOമാരായ രാഗിൻ, ജിബിൻ, സിജോയ്, ദീപേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊടകര വെള്ളിക്കുളങ്ങര PWD റോഡിന്റെ വശങ്ങളിൽ കാന ശുചീകരണം നടക്കാതായതോടെ റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. കോടിശ്ശേരി ആറേശ്വരം മലകളിൽ നിന്നും കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. ഇതുമൂലം യാത്രക്കാരും പ്രദേശവാസികളും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. പൊതുമരാമത്ത് അധികൃതർ കാന വൃത്തിയാക്കൽ കൃത്യമായി നടത്താത്തത് കാരണം വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുകയും വീട്ടുപറമ്പിലേക്ക് ഒഴുകുകയുമാണ്. ഇത്തുപാടം ആറേശ്വരം ഭാഗത്ത് കാനയിൽ വൈദ്യുതി പോസ്റ്റും വാട്ടർ അതോറിറ്റി പൈപ്പുകളും കൊണ്ടിട്ടിരിക്കുന്നതും 3 മുറി പെട്രോൾ പമ്പ് പരിസരത്ത് റോഡ് പണിയുടെ മണ്ണ് കൂനയായിട്ടതും കോടാലി ഓവുങ്ങൽ ജംഗ്ഷൻ സമീപത്ത് കാനകൾ സ്ലാബ് മാറ്റി വൃത്തിയാക്കാത്തതും വലിയ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. കാനകൾ വൃത്തിയാക്കിയും റോഡരികിലെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റിയും പോസ്റ്റുകളും പൈപ്പുകളും നീക്കം ചെയ്ത് ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് CPI മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താന്യം പഞ്ചായത്തിലെ ശാന്തിതീരം പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. പ്രതിഷേധവുമായി BJP. 2018 താന്യം പഞ്ചായത്തിൽ പയ്യന്നൂരിൽ പ്രവർത്തനമാരംഭിച്ച പൊതുശ്മശാനം പലവിധ കാരണങ്ങളാൽ പലപ്പോഴും പ്രവർത്തനരഹിതമാണെന്ന് ആരോപണം. വളരെ ചുരുങ്ങിയ സ്ഥലപരിമിതിക്കുള്ളിൽ താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങളിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഏക ആശ്രയം ഈ ശ്മശാനമാണ്. എന്നാൽ ശ്മശാനത്തിന്റെ അപാകത മൂലം മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനം തേടി പോകേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളതെന്ന് ഇവർ പറയുന്നു. മഴക്കാലത്തും ശ്മശാനത്തിന്റെ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ 2024-25 വർഷത്തെ പഞ്ചായത്ത് ബഡ്ജറ്റിൽ 24 ലക്ഷം രൂപ കൂടി വകയിരുത്തി. വർഷക്കാലത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ പുതിയൊരു കെട്ടിടവും പണിതീർത്തിരുന്നു. എന്നാൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകത മൂലം മഴ ശക്തമായതോടെ ഉൾഭാഗത്ത് വരെ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതോടെ ലക്ഷങ്ങൾ ചെലവാക്കി പണിത പൊതുശ്മശാനം നാശത്തിന്റെ വക്കിലാണ്. ശ്മശാനം പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരും. ഹരിതകർമ്മ സേനയ്ക്കായി വാങ്ങിയ വാഹനവും സ്വന്തം സ്ഥലത്ത് സൂക്ഷിക്കാതെ ശ്മശാന കെട്ടിടത്തിൽ കൊണ്ടിട്ടതിനാൽ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. ലക്ഷങ്ങൾ ചെലവാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നിർമ്മാണങ്ങൾ നടത്തുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദപരമായ സമീപനം മാറ്റണമെന്നും ശ്മശാനം ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ സ്ഥിരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. മുല്ലശ്ശേരി സെന്ററിൽ പൊതുമരാമത്ത് റോഡിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പരാതിയെ തുടർന്ന് അടച്ച കുഴികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും തകർന്നു. സെന്ററിൽ പാടൂർ റോഡിലേക്ക് തിരിയുന്ന മൂലയിൽ കൾവർട്ടിന്റെ സ്ലാബ് തകർന്നത് മൂലമുണ്ടായ കുഴി കഴിഞ്ഞ ദിവസം മൂടിയിരുന്നു. നിരവധി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരോട് നേരിട്ട് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുഴി അടച്ചെങ്കിലും അടച്ച ഭാഗത്തെ മെറ്റലും ടാറും വീണ്ടും ഇളകി കാനയിലേക്ക് വീണതിനെ തുടർന്നാണ് വീണ്ടും കുഴി രൂപപ്പെട്ടത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ആക്ഷേപമുണ്ട്. പ്രധാന റോഡിലൂടെ 100 കണക്കിന് വാഹനങ്ങളാണ് യാത്ര ചെയ്യുന്നത്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുക പതിവായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാരും കുഴിയിൽ വീഴുകയാണ്. മൂടിയ കുഴികൾ വീണ്ടും തകർന്നതോടെ മുല്ലശ്ശേരി സെന്ററിലെ പൊതുമരാമത്ത് റോഡിലൂടെയുള്ള യാത്ര ദുർഘടമായി തീർന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ അനങ്ങാപ്പാറ നയത്തിൽ നാട്ടുകാർക്കും ജനപ്രതിനിധികൾക്കും കടുത്ത പ്രതിഷേധമുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ.
സ്വർണ്ണവില 25 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,070 രൂപ, പവന് 72,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പന്നിത്തടം സെന്ററിൽ വീണ്ടും വാഹനാപകടം. ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചു മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക് പറ്റി. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച് ഒളിവിൽ പോയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിൽ കാട്ടുപന്നികളുടെ ശല്യം വ്യാപകമാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കാട്ടുപന്നികൾ നാട്ടുകാർക്ക് ഭീഷണിയായി മാറുകയാണ്. 3 ലക്ഷം രൂപയുടെ മെഷീനറി പാർട്സുകൾ മോഷ്ടിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കൊടകര വെള്ളിക്കുളങ്ങര PWD റോഡിന്റെ വശങ്ങളിൽ കാന ശുചീകരണം നടക്കാതായതോടെ റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താനിയം പഞ്ചായത്തിലെ ശാന്തിതീരം പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. പ്രതിഷേധവുമായി BJP. മുല്ലശ്ശേരി സെന്ററിൽ പൊതുമരാമത്ത് റോഡിൽ അടച്ച കുഴികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും തകർന്നു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംരക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.